ഹായ് എവരി വൺ. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ഫ്ലോർസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന്. കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. നമുക്ക് കറക്റ്റ് ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് ഫ്ലോറിൻ്റെ എന്ന് നോക്കാം. ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിലെ ഹൊറിസോണ്ടൽ എലമെൻ്റ് ആണ്. ഫ്ലോർ ഈസ് എ ഹൊറിസോണ്ടൽ എലമെൻറ്റ് ഓഫ് എ ബിൽഡിംഗ് സ്ട്രക്ചർ. എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ നമുക്ക് ഈ ഫ്ലോർ പ്രൊവൈഡ് ചെയ്യാനുള്ള? നമ്മൾ സാധാരണ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറിന് എന്താണ് പർപ്പസ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ എന്താണ്, അതിനൊരു പർപ്പസ് ഉണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, അങ്ങനെ പല ലെവൽസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ലെവൽസ് കൊടുക്കുന്നത്? ഫോർ മോർ അക്കോമഡേഷൻ. അപ്പോൾ ഒരുപാട് അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലോർസ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഫ്ലോറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അക്കോമഡേഷൻസ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലിവിങ് പർപ്പസിനാവാം, ഫർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ്സ് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഫ്ലോറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ എലമെൻ്റ് ആണ് ബിൽഡിങ്ങിൽ, which divide the building into different levels for the purpose of creating more accommodation and provide support for the occupants, furniture and equipments is known as floor. ഫർണിച്ചേഴ്സിനും അതുപോലെ തന്നെ ഒക്യുപ്പൻസിനൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും മോർ അക്കോമഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഫ്ലോർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കോമ്പണൻസ് ഓഫ് ഫ്ലോർ. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറിന് കോമ്പണൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയില്ല. പക്ഷേ ഫ്ലോറിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്, സബ് ഫ്ലോർ ആൻഡ് ഫ്ലോർ കവറിങ്. ഇപ്പോൾ സബ് ഫ്ലോർ ആൻഡ് ഫ്ലോർ കവറിങ് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സബ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെയുള്ള ആ ഒരു ഫ്ലോറിങ്ങിനാണ് സബ് ഫ്ലോർ എന്ന് പറയുന്നത്. ഫ്ലോർ കവറിങ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ നല്ല ഗുഡ് അപ്പിയറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സബ് ഫ്ലോർ. നമ്മൾ നേരത്തെ പറഞ്ഞ താഴത്തെ പോർഷനാണ് സബ് ഫ്ലോർ എന്ന് പറയുന്നത്. താഴത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ, ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനത്തെ ഒരു ലെവലല്ല പറയുന്നത്. ഒരു ഫ്ലോറിൽ തന്നെ 2 ലെയേഴ്സ് ആയിട്ടാണ് ഫ്ലോറിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ലെയർ ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ സബ് ഫ്ലോർ ആണ് ഫ്ലോർ കവറിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്ലോറിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ്, ഒരുപാട് ലോഡ്സ് ആക്ട് ചെയ്യും. ഓക്യുപ്പൻസ് ഉണ്ടായിരിക്കും, ഫർണിച്ചർ ലോഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സെൽഫ് വെയിറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ആൾക്കാർ നടക്കുന്ന ആ ലോഡ്, ഹ്യൂമൻസ് ആക്ട് ചെയ്യുന്ന ആ ലോഡ്സ്, അതെല്ലാം തന്നെ ഫ്ലോറിലാണ് ആക്ട് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ ആ ലോഡൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭൂമിയിലേക്ക് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ഭൂമിയിലേക്ക് അല്ല പോകുന്നത്. നമുക്കറിയാം ഫ്ലോറിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ താഴെ എന്തുണ്ടായിരിക്കും? ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ സബ് ഫ്ലോറിൻ്റെ താഴത്തായിട്ട് എന്തുണ്ടായിരിക്കും? ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്ലിന്ത് ഉണ്ടായിരിക്കും, എർത്ത് ഫില്ലിംഗ് ഉണ്ടായിരിക്കും, അതിൻ്റെ താഴെ അങ്ങനെ ഓരോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ലോഡ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സബ് ഫ്ലോറിൻ്റെ പർപ്പസ്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രോപ്പർ സപ്പോർട്ട് ടു ഫ്ലോർ കവറിങ് ആൻഡ് ദ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് ആർ ക്യാരിഡ് ബൈ ഇറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡിനെയാണ് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സബ് ഫ്ലോർ. നെക്സ്റ്റ് വൺ, ഫ്ലോർ കവറിങ് ഓർ ഫ്ലോറിങ്. അപ്പോൾ ഫ്ലോർ കവറിങ്ങിനെയാണ് നമ്മൾ ഫ്ലോറിങ് എന്ന് പറയുന്നത്.
എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലോർ കവറിങ് കൊടുക്കുന്നത്? ഒരു സബ് ഫ്ലോർ മാത്രം മതിയില്ലേ എന്നുള്ള ഒരു ചോദ്യം വരും അല്ലേ? അപ്പോൾ നമുക്കറിയാം സബ് ഫ്ലോർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ് ഫ്ലോർ ഉറപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സിമെൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഫ്ലോർ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഗുഡ് അപ്പിയറൻസ് വേണം. നമുക്കൊന്ന് ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഗുഡ് അപ്പിയറൻസ് വേണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഗുഡ് അപ്പിയറൻസ്, അതുപോലെ ഡ്യൂറബിലിറ്റി. ഈ ഫ്ലോറിങ് സബ് ഫ്ലോർ മാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിഞ്ഞു വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡ്യൂറബിലിറ്റി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർ കവറിങ് യൂസ് ചെയ്യുന്നത് ഓർ ഫ്ലോറിങ് യൂസ് ചെയ്യുന്നത്. ഫ്ലോറിങ് പ്രൊവൈഡ്സ് എ സ്മൂത്ത്, ക്ലീൻ, ഇംപെർവിയസ് ആൻഡ് ഡ്യൂറബിൾ സർഫസ്. അപ്പോൾ അത്രയാണ് കോമ്പണൻസ് ഓഫ് ഫ്ലോർ. നമ്മൾ ഫ്ലോറിങ് എന്താണുള്ളത് പറഞ്ഞു. അപ്പോൾ ഇനി ഫ്ലോറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗുഡ് അപ്പിയറൻസ് ആയിരിക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന മെറ്റീരിയൽസിനെയാണ് ഫ്ലോറിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഗിവിങ് പ്ലീസിങ് അപ്പിയറൻസ്. പ്ലീസിങ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ഫ്ലോർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ലുക്കിങ്, ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ സ്മൂത്ത് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു ഫ്ലോർ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഇരിക്കണം, നമുക്ക് ഒന്ന് വിശ്രമിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഫായിട്ടുള്ള സർഫസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ല. പക്ഷെ അതൊരു സ്മൂത്ത് ആൻഡ് ക്ലീൻ സർഫസ് ആണെങ്കിൽ നമുക്ക് അത് ഇരിക്കാനും തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ്, ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് ഫ്ലോറിങ് മെറ്റീരിയൽസ്. പ്ലസൻ്റ് അപ്പിയറൻസ് ഉള്ള ഫ്ലോറിങ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ഫാക്ടേഴ്സ്, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സെലക്ഷൻ ഓഫ് ഫ്ലോറിങ് മെറ്റീരിയൽസ്. ഫസ്റ്റ് വൺ, അപ്പിയറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു ഗുഡ് അപ്പിയറൻസ് വേണം അല്ലേ? സെക്കൻഡ് വൺ, ക്ലീൻലിനെസ്. ക്ലീൻ ആയിട്ടുള്ള സർഫസ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, കംഫർട്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഓക്യുപ്പൻറ്റിന് അല്ലെങ്കിൽ ലിവിങ് പർപ്പസിനുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംഫർട്ടബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ കളറ് എല്ലാം നമുക്കൊരു ഗ്രേ കളറുള്ളതിനേക്കാളും ഒരു വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, കോസ്റ്റ്. ഇതെല്ലാം ഒത്തു വന്നാലും അതിൻ്റെ കോസ്റ്റ് ഹൈ ആണെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ലോ കോസ്റ്റ് ആയിട്ടുള്ളത് വേണം. ലോ കോസ്റ്റ് ആൻഡ് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തുവരണം. നെക്സ്റ്റ് വൺ, ഡാം റെസിസ്റ്റൻസ്. എന്താണ് ഡാം റെസിസ്റ്റൻസ് എന്നുള്ളത്? ഡാംനെസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈർപ്പം ഉള്ളിലേക്ക് കടത്തി വിടുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതിന് ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് ഡാമ്പിനെ, ഈർപ്പത്തിനെ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം ഫ്ലോറിങ് മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ, ഡ്യൂറബിലിറ്റി. പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, വീണ്ടും വീണ്ടും മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഡ്യൂറബിലിറ്റി മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഫയർ റെസിസ്റ്റൻറ്റ്. ഫയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ആണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഫയർ അറ്റാക്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഫയർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെന്താ ഒരു പരിധി വരെ ഈ ഫയർ അറ്റാക്കിനെയൊക്കെ ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഈസി ടു ഗിവ് മെയിൻ്റനൻസ്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ക്രാക്സൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാൻ എളുപ്പമുള്ള മെറ്റീരിയൽസ് കൂടിയാകണം ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്ക് ഒരു ഭാഗത്ത് ക്രാക്ക് വീണ് കഴിഞ്ഞാൽ ആ ഒരു ഗുഡ് അല്ലാത്ത ഒരു അപ്പിയറൻസിൽ അത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ ഈസി ടു ഗിവ് മെയിൻ്റനൻസ്. നെക്സ്റ്റ് വൺ, നോയ്സ്ലെസ്. അതുപോലെ നോയ്സ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോയ്സിനെ റെസിസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ എക്കോ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ക്രൗഡഡ് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ല നമ്മൾ റെസിഡൻഷ്യൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലോറിങ് മെറ്റീരിയൽസ് നിന്ന് എക്കോ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. അപ്പോൾ നോയ്സ്ലെസ് ആണ് അടുത്ത പോയിന്റ്. ഇത് ലാസ്റ്റ് വൺ, നോൺ സ്ലിപ്പറി സർഫസ്. അതിൻ്റെ ആ പേരിൽ തന്നെ ഉണ്ട് നോൺ സ്ലിപ്പറി സർഫസ്. അപ്പോൾ ഈ നമുക്ക് ലിവിങ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഫ്ലോറിങ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഫ്ലോർസിൻ്റെ പർപ്പസ് തന്നെ അതാണല്ലോ. അപ്പോൾ അതിൽ സ്ലിപ്പായി പോകാനുള്ള ചാൻസസ് കുറവുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഫ്ലോറിങ് മെറ്റീരിയൽ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളൊരു ഫ്ലോറിങ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഫ്ലോർ. ഇപ്പോൾ എത്ര ടൈപ്സാണ് മെയിനായിട്ട് ഫ്ലോർ ഉള്ളത്? ഫ്ലോറിങ് അല്ല, ഫ്ലോറാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറയും ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, അങ്ങനെ ഒരുപാട് ഫ്ലോർസ് ഉണ്ട്. പക്ഷെ മെയിനായിട്ട് 2 ടൈപ്സ് മാത്രമേ ഉള്ളൂ, ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് അപ്പർ ഫ്ലോർ. അപ്പോൾ അത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് അപ്പർ ഫ്ലോർ. അതിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ, ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഫ്ലോറിനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്? അതിൻ്റെ പർപ്പസ് ട്രാൻസ്ഫർ ചെയ്യാനാണ്. എല്ലാ ഫ്ലോർസിൻ്റെയും പർപ്പസ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതെന്തായിരിക്കും? റെസ്റ്റിംഗ് ഡയറക്റ്റ്ലി ഓൺ ദ ഗ്രൗണ്ട് സർഫസ്. നമുക്കറിയാം ഏറ്റവും താഴെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് സർഫസിൻ്റെ മുകളിലായിട്ടായിരിക്കും അത് റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അതുണ്ടാവുക. അപ്പോൾ അത് കറക്റ്റ് എന്ത് ചെയ്യും? ഗ്രൗണ്ടിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കിയുള്ള ഫ്ലോർസൊക്കെ എന്താണ് ചെയ്യുന്നത്? ബീംസിലേക്കോ കോളത്തിലേക്കോ അല്ലെങ്കിൽ വാൾസിലേക്കോ ഒക്കെ ആയിരിക്കും ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോർ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാണ്? എർത്തിലേക്ക്, ഗ്രൗണ്ടിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലോർസിൻ്റെ താഴെയായിട്ട് നമ്മൾ എർത്ത് ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് ഗ്രൗണ്ടിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കറക്റ്റ് എന്താണ്? ഗ്രൗണ്ടിൻ്റെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും കൂടുതൽ ഡാംനെസ് ഉണ്ടാവാനുള്ള ചാൻസ്, അല്ലേ? മണ്ണിൽ നിന്നൊക്കെ ഈർപ്പം വരാനുള്ള ചാൻസ് ഏറ്റവും താഴെയുള്ള ഫ്ലോറിനായിരിക്കും. അപ്പോൾ അതിന് ആ ഫ്ലോറിങ് ചെയ്യുന്ന മെറ്റീരിയൽ ഡാംനെസ്സിന് കൂടുതൽ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. തന്നെ തെർമൽ ഇൻസുലേഷൻ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല ായിരിക്കണം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ലോഡ് ഡയറക്റ്റ് ആയി ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ 1:4:8 എന്നുള്ള സിമെൻറ്റ് കോൺക്രീറ്റ് റേഷ്യോ ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഗ്രൗണ്ട് ഫ്ലോറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, അപ്പർ ഫ്ലോർ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും താഴെ ലെവലിലുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഫ്ലോർസാണ് അപ്പർ ഫ്ലോർസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഇതെല്ലാം അപ്പർ ഫ്ലോർസിലെ കാറ്റഗറിയിലാണ് പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഡ് ഡയറക്റ്റായിട്ട് ഗ്രൗണ്ടിലേക്കല്ല അപ്പർ ഫ്ലോർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, വാൾസിലേക്കോ ബീംസ് ആൻഡ് കോളംസ് ഇതിലേതിലേക്കെങ്കിലും ആയിരിക്കും ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത്രയാണ് ടൈപ്സ് ഓഫ് ഫ്ലോറിൽ പറയാനുള്ളത്.